അപ്പോ മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കാണ്, ഈ ഹദീസ് ലൈഫാണ് എന്ന് ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് ലൈഫാ നിങ്ങൾക്ക് ഇമാമിങ്ങൾ പറഞ്ഞു തന്നതല്ലേ? ആ ഇമാമിങ്ങൾ തന്നെയല്ലേ ഇതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞതും? അതെന്താ നിങ്ങൾ സ്വീകരിക്കാത്തത്? ലൈഫാണോ അല്ലേ എന്ന് പറയാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ ഇമാമിങ്ങൾക്ക്. ശിർക്കുണ്ടോ തൗഹീദുണ്ടോ എന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കാണോ? മുജാഹിദ് ബാലുശ്ശേരിന്റെ ചോദ്യം. ഇനി എന്റെ ചോദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ഈ ഹദീസ് ലൈഫാണെന്ന് ഖുർആനിലുണ്ടോ? മൗലവി ഒരു ഹദീസ് ലൈഫാന്ന് ഖുർആനിലുണ്ടാവോ? പൊട്ടപ്പോയത്തും ചോദിക്കേ. ചോദ്യത്തിന്റെ മർമ്മം മനസ്സിലാക്കി മുന്നോട്ട് നീക്കും. ഈ ഹദീസ് ലൈഫാണെന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ ഹദീസ് ലൈഫാണെന്ന് ഹദീസിലുണ്ടോ? ഉണ്ടോ? നബി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ടോ ഈ ഹദീസ് ലൈഫാണ്? താബികളിൽ ചർച്ച ഉണ്ടായിരുന്നു. നിൽക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? ഇല്ല. അപ്പോ ചോദിക്കും ആളുകൾ, ഖുർആനിൽ ലൈഫ് ഉണ്ടാവുമല്ലോ, ഈ ഹദീസിൽ ലൈഫ് ഉണ്ടാവുമോ? അത് പണ്ഡിതന്മാരല്ലേ ചർച്ച. വരട്ടെ, അവിടെ വരട്ടെ. ഇങ്ങനെ വന്ന വേറെ കുറച്ച് വരാണ്ട് അവിടെ വരട്ടെ. എനിക്ക് ശ്രദ്ധിച്ചോളിട്ടോ. ഈ ഹദീസ് ലൈഫാണെന്ന് എല്ലാരും അംഗീകരിച്ചില്ലേ? നിങ്ങളോട് ആരേ പറഞ്ഞത് ലൈഫാണ്? ഈ ഹദീസ് ലൈഫാണ് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഉസൂലുൽ ഹദീസിന്റെ ആളുകളല്ലേ, മുഹദ്ദിസീങ്ങളല്ലേ, പണ്ഡിതന്മാരല്ലേ, ഹദീസ് പഠിച്ചവരല്ലേ? അതെ, ഈ ഹദീസ് ലൈഫാണെന്ന് മനസ്സിലാക്കാനുള്ള അവരുടെ പാണ്ഡിത്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. പോയിന്റ് നമ്പർ 1 നോട്ട് ചെയ്തോളി, ശരിക്കും പഠിച്ചോളി. ഇന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റാഹത്തായിട്ട് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസ് ലൈഫാണെന്ന് പറയാൻ ബാധ്യതപ്പെട്ട പണ്ഡിതന്മാരല്ലേ പറഞ്ഞു? അതുകൊണ്ടല്ലേ ഇവിടെ എല്ലാരും ആ ഹദീസ് ലൈഫാന്ന് പറഞ്ഞ് ആ ഹദീസ് ലൈഫാന്ന് പറയാനുള്ള പാണ്ഡിത്യം ആ പണ്ഡിതന്മാർക്ക് നമ്മൾ വകച്ചു കൊടുത്തു, ഇല്ലേ? അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവർ പറഞ്ഞ സത്യമാണ്, അത് ലൈഫാണ്. എങ്കിൽ അടുത്ത എന്റെ ചോദ്യം ആറ്റം ബോംബ് കണക്കെ ഇതേ പണ്ഡിതന്മാർ ആ ഹദീസിൽ ശിർക്കില്ല എന്ന് പറയും. ഈ ഹദീസിൽ ശിർക്കില്ല എന്ന് പറയുന്നു. ഇത് ചർച്ച ചെയ്ത ലോക സലഫി പണ്ഡിതന്മാർ മുഴുവൻ എന്റെ പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഹദീസ് ലൈഫാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ നിങ്ങൾ സ്വീകരിച്ചു. അതേ പണ്ഡിതൻ, അതേ നേതാവ്, അതേ മുഹദ്ദിസ്, അതേ ഉസൂലുൽ ഹദീസിന്റെ ആളുകൾ ഈ ഹദീസിൽ ശിർക്കില്ല എന്ന് പറയും. എങ്കിൽ ആദ്യത്തേതെടുത്തു, രണ്ടാമത്തെ തള്ളാൻ നിങ്ങളെ മാനദണ്ഡം എന്താ? പ്രശ്നം പരിഹരിച്ചുട്ടോ? ഇന്ന് ഈ വിഷയത്തിലെ പ്രശ്നം പരിഹരിച്ചു. അതല്ല, ലൈഫ് എന്ന് പറയാനുള്ള പാണ്ഡിത്യം അവർക്കുള്ളൂ. ശിർക്കും തൗഹീദും തീരുമാനിക്കുന്നത് ഞങ്ങൾ മൂന്നാളാണ്. ഇബ്രാഹിമിന്റെ അത് നിങ്ങൾ എഴുതി തരണം, അത് നിങ്ങൾ എഴുതി തരണം. അതായത് ലൈഫാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവേ ഉള്ളൂ, അതിൽ ശിർക്കില്ലാണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്കുള്ള നിങ്ങൾക്ക് വാദമുണ്ടോ? ഞങ്ങൾ തുറന്നു പറയണം. ഈ ചോദ്യങ്ങൾ വിടരുതിട്ടോ. ഈ ചോദ്യങ്ങൾക്ക് ഏത് സഭ കിട്ടിയാലും നിങ്ങൾ ചോദിക്കണം. ഉസ്താദുമാരെ, മൗലവിമാരെ, നേതാക്കന്മാരെ, ഈ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ഹദീസിന്റെ മതിരിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതാ ഞങ്ങളെ ചോദ്യം. ഉണ്ടോ? ഇല്ലാന്ന് ഉറച്ചില്ലേ? എന്നാഞ്ഞ് ബാലുശ്ശേരിയെ മനസ്സിലാക്കണം. ഈ തെരുവിൽ ജീവിക്കുന്ന സാധാരണ മുജാഹിദ് പ്രവർത്തകരെ ചിന്തിക്കണം. ഈ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞവർ ഇരിക്കട്ടെ, അത് സ്വഹീഹാണെന്ന് പറഞ്ഞവരും ഇമാമിങ്ങളില്ലേ? അതിലേക്ക് ഞാൻ പോകുന്നില്ല. ലൈഫാന്നിരിക്കട്ടെ, ആ ലൈഫാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളോ അതിൽ ശിർക്കില്ല എന്നും പറഞ്ഞിരിക്കട്ടെ. ഈ ശിർക്കില്ലെന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ആരെങ്കിലും അത് വസീലത്തു ശിർക്കാണ്, ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ടോ? മുജാഹിദുകളെ പറഞ്ഞിട്ടുണ്ടോ? വസീലത്തു ശിർക്കും ഹറാമും പറയാനുള്ള അധികാരം സക്കരിയാക്കാണ്. അത് തൗഹീദുണ്ടോ ലൈഫാണോ എന്ന് പറയാനുള്ള അധികാരം അങ്ങനെയാ? ഒന്നും കൂടി നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി. ഇതാണ് പിന്നെ ഏത് അണുബോംബ്, ആറ്റം ബോംബിന്റെ ശേഷം അണുബോംബ്. ഒരു ചോദ്യം കൂടി, ഏത് വസീലത്തു ശിർക്കാണ്, ഹറാമാണ് എന്ന് സക്കരിയ മൗലവിയും ബാലുശ്ശേരിയും പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞവരുണ്ടോ ഇമാമിങ്ങൾ? ഇല്ലല്ലോ. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താണ്? ആ ഹദീസ് കൊണ്ട് എന്റെ ഉസ്താദുമാരെ അമൽ ചെയ്തിട്ടുണ്ട്. വിജനമായ പ്രദേശത്ത് യാ ഇബാദല്ലാഹ് വിളിച്ചിട്ടുണ്ട്. കാണാത്ത, അറിയാത്ത, കേൾക്കുന്ന
വരുന്ന കാരണമറിയാത്ത, സഹായിക്കാൻ വരുന്ന വഴിയറിയാത്ത അള്ളാന്റെ അടിയാറുകളെ എന്റെ ഉസ്താദുമാര് വിളിച്ചിട്ടുണ്ട്, അവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഞാനും വിളിച്ചിട്ടുണ്ട്, എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. വസീലത്തു ശിർക്കാണ്, ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതും കൂടി സാധാരണ മുജാഹിദ് പ്രവർത്തകർ ചിന്തിക്കുക.